കെ ഷൈൻ ടീച്ചർക്കെതിരെ ആ അലവലാതി കഥയുണ്ടാക്കിയ എം ഷാജഹാനെ തൂക്കി ഗൈസ്. ആ സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഷൈനെതിരായ അപവാദ പ്രചാരണ കേസിൽ എം ഷാജഹാൻ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് എറണാകുളം ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ മഞ്ഞ ഓൺലൈൻ കറക്ക് കമ്പനിക്കാർക്കുള്ള താക്കീതാണ്. എന്ത് അലവലാതിത്തരവും വാർത്ത എന്ന പേരിൽ ശുദ്ധ അസംബന്ധം വ്യക്തികളെ ചേർത്ത് അടിച്ചിറക്കി വിടുക. കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുന്ന കോൺഗ്രസുകാരായിട്ടുള്ള പല ഇക്കിളി മാനസിക രോഗികളെയും ഒപ്പം സംഘപരിവാറുകാരെയും കുറച്ച് മൂരിക്കുട്ടികൾക്കും മാനസിക സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ മാനസിക ഉല്ലാസം പകരാൻ വേണ്ടി ചെയ്ത പ്രവർത്തിക്കാണ് എം ഷാജഹാനെ അടിച്ചു തൂക്കിയിരിക്കുന്നത്. ജെ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് പറവൂരിലെ സതീശന്റെ സ്വന്തം പാർട്ടിക്കാരനും അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സൃഷ്ടിച്ച ഒരു മുത്തിച്ചിപ്പി കഥയെ കേരളത്തിലെ ഒരു MLA-യും ഒപ്പം നേരത്തെ MP ആയി മത്സരിച്ച വനിതയും ചേർത്ത് ഒരു കഥയാക്കി അങ്ങ് അടിച്ചിറക്കുകയായിരുന്നു. സമൂഹത്തിന്റെ മുന്നിൽ അവരെ വേട്ടയാടാൻ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഉദ്ദേശം മറ്റൊന്നുമല്ല, സുഹൃത്തുക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല തുടങ്ങി പല പരാമർശങ്ങളും നടത്തി മാങ്ങാണ്ടിയുടെ കടുത്ത ഫാനായിട്ടുള്ള എം ഷാജഹാന് ഒടുവിൽ ആ അലവലാതി നാവിനാണ് പോലീസ് ലോക്കിട്ടിരിക്കുന്നത്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വ്യക്തികളെ സംബന്ധിച്ച് നട്ടാൽ കുരുക്കാത്ത രീതിയിലുള്ള അശ്ലീല കഥകൾ സൃഷ്ടിക്കുന്നവർക്കുള്ള ഒരു താക്കീതായിരിക്കണം. ഇലക്ട്രിഫിക്കേഷൻ ഷാജഹാന് പുറമേ തന്നെ മറുനാടൻ ഷാജൻ മറുത തുടങ്ങിയ പലർക്കും കേരളത്തിലെ ഇവരുടെ തന്നെ പ്രായത്തിലുള്ള ചില മസാല മോഹികളെ സുഖിപ്പിക്കാൻ വേണ്ടി അടിച്ചിറക്കുന്ന കഥയ്ക്ക് നിയമപരമായിട്ടുള്ള പൂട്ട് ഉടൻ തന്നെ സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. ജെ ഷൈൻ ടീച്ചർ പരാതി കൊടുത്തതിന് പിന്നാലെ അവരുടെ പരാതിയിൽ പരാമർശിച്ച വ്യക്തിയെ തന്നെയാണ് ആദ്യം തൂക്കിയിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസിന് വേണ്ടി സൃഷ്ടിച്ച കൈതോലപ്പായ കഥ അതേ മാതൃകയാണ്. അതിൽ മുൻ ദേശാഭിമാനി ജീവനക്കാരനെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിയിക്കുന്നു. അതേ മാതൃകയിൽ മുൻ VS-ന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ട് ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇടിയിക്കുന്നു. ആ രീതിയിലുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് അവലംബിച്ചത്. വായിക്കുന്നവർക്കും കേട്ടവർക്കെല്ലാം ഇത് പ്ലാൻഡ് ആണെന്ന് മനസ്സിലായി. ഒടുവിൽ വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടി സൃഷ്ടിച്ച നട്ടാൽ കുരുക്കാത്ത ആ കഥയുടെ പേരിലാണ് ഇപ്പോൾ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ആൾക്കാരെ പൂട്ടിടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ കുറിച്ച് ഇല്ലാ കഥകൾ മെനയുന്നവരെ ഈ രീതിയിൽ തന്നെയാണ് പൂട്ടിടേണ്ടത്. എന്നാൽ ഇതേ പ്രവൃത്തി ചെയ്ത തെളിവുകൾ പുറത്തു വന്ന വ്യക്തിയെ ന്യായീകരിക്കാനും ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നത് കാണാം. അതായത് രാഹുൽ മാങ്ങാണ്ടിയെ കുറിച്ച് വ്യക്തമായ തെളിവുകളും ഓഡിയോകളും പുറത്തു വന്നിട്ട് അയാൾ മഹാനാണ്, അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇല്ലാത്ത കഥയുണ്ടാക്കി CPM-നെ സമൂഹത്തിന്റെ മുന്നിൽ താറടിക്കാനും കോൺഗ്രസിനെതിരെ ഉയർന്നു വന്ന ആ ലൈംഗിക ആരോപണ പരാതികൾക്ക് ബാലൻസിംഗ് ആയിട്ട് സൃഷ്ടിച്ച വാർത്ത ഇപ്പോ വച്ച ആളുടെ ആസനത്തിൽ തന്നെ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ മഹാനൊന്നും പുറത്തു വരരുത്. ജയിലിൽ കിടന്ന് ഉണ്ട തിന്നെയാണ് വേണ്ടത്. പഴയ ഇടതുപക്ഷ ലേബൽ വെച്ചിട്ട് സംഘപരിവാറിനും കോൺഗ്രസിനും വേണ്ടി പണിയെടുക്കുന്ന ഇത്തരം മഞ്ഞ മാലിന്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് ഈ നാടിന് തന്നെ വലിയ അപമാനമാണ്, വലിയ ശല്യമാണ്. അതുകൊണ്ട് സർക്കാരിന് കുറച്ച് ചിലവുണ്ടെങ്കിലും ജയിലിനകത്തിട്ട് തന്നെ തീറ്റിപ്പോറ്റുന്നതാണ് അഭികാമ്യം. പറ്റുമെങ്കിൽ ആ ജീവൻ ഒടുങ്ങുന്നത് വരെ അതിനകത്തിട്ടിരുന്നാൽ ഈ നാടിന് കുറച്ച് ശാന്തിയും സമാധാനവും കൈവരും. ഇത് ഷാജഹാന് മാത്രമല്ല, ഈ പ്രവൃത്തി ചെയ്ത പല ഊളകൾക്കുമുള്ള താക്കീതാണ്. നിങ്ങൾക്കുമുള്ള പണി റെഡിയായിട്ടുണ്ട്. ഇനിയും ഇത്തരം കഥകൾ മെനയാൻ കാത്തിരിക്കുന്നവർ ഇതൊരു സൂചനയായിട്ട് വേണം കണ്ടോളാൻ, അല്ലെങ്കിൽ ഒരു താക്കീതായിട്ട് വേണം തിരിച്ചറിയാൻ. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞോളൂ.